ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നു. 6 അക്ക ഡിജിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ പേയ്മെൻറ്റുകൾ ചെയ്യുന്നത്. ഇതെങ്ങനെ നമുക്ക് 4 അക്ക ഡിജിറ്റാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും? ചിലരുടെ പാസ്വേഡ് 4 അക്ക നമ്പറായി യൂസ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ 6 അക്ക പിൻ നമ്പർ എങ്ങനെയാണ് നമ്മൾ 4 അക്ക ഡിജിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുക? അതുപോലെ തന്നെ ഗൂഗിൾ പേയിൽ എങ്ങനെയാണ് നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നത്? അതുപോലെ മറന്നുപോയ ഗൂഗിൾ പേയുടെ പാസ്വേഡ് നമുക്ക് എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകളാണ് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഉപകാരമുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു 6 ഡിജിറ്റിൽ നിന്ന് എങ്ങനെയാണ് 4 ഡിജിറ്റിലേക്ക് നമ്മുടെ പാസ്വേഡ് മാറ്റുക എന്നാണ് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 4 ഡിജിറ്റ് പാസ്വേഡ് ആണ് എങ്കിൽ അതെങ്ങനെ 6 ഡിജിറ്റിലേക്ക് മാറ്റുക എന്നും ഒരുപാട് പേര് പേഴ്സണലായിട്ടും അതുപോലെ തന്നെ കമൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചിരുന്നു. ഗൂഗിൾ പേയിൽ നമ്മൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പാസ്വേഡ്, അതായത് നമ്മുടെ UPI പിൻ നമ്പർ, ചിലർക്ക് അത് 6 ഡിജിറ്റ് നമ്പർ ആയിരിക്കും, ചിലർക്ക് അത് 4 അക്ക ഡിജിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു 6 അക്ക ഡിജിറ്റ് എങ്ങനെ നമുക്ക് 4 അക്ക ഡിജിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും? ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമുക്ക് 6 അക്ക ഡിജിറ്റിൽ നിന്ന് 4 അക്ക ഡിജിറ്റിലേക്കോ അല്ലെങ്കിൽ 4 അക്ക ഡിജിറ്റിൽ നിന്ന് 6 അക്ക ഡിജിറ്റിലേക്കോ മാറ്റാൻ വേണ്ടി ഒരിക്കലും സാധിക്കുകയില്ല. കാരണം ഈ ഒരു UPI പിൻ പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ബാങ്കാണോ ഉപയോഗിക്കുന്നത് ആ ഒരു ബാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു പാസ്വേഡുകൾ ലഭിക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് കൊടാക്ക് ബാങ്കാണ്. ഈ ഒരു കൊടാക്ക് ബാങ്കിന് നമുക്ക് 6 അക്ക ഡിജിറ്റാണ് വരുന്നത്. ഇനി നിങ്ങൾ ഫെഡറൽ ബാങ്ക് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും SBI ബാങ്ക് ആണോ എങ്കിൽ ഈ ഒരു ബാങ്കുകൾക്കൊക്കെ നമുക്ക് 4 അക്ക ഡിജിറ്റാണ് വരുന്നത്. അത് നമ്മൾ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളോട് ചോദിക്കും. അതിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും 6 അക്ക ഡിജിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഓരോ ബാങ്കിനും ഡിഫറൻ്റ് ആയിക്കൊണ്ടുള്ള ഡിജിറ്റ് നമ്പറുകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്ക് ഏതാണെന്നും അതുപോലെ തന്നെ എത്ര അക്ക ഡിജിറ്റാണ് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഏത് അക്കൗണ്ട് വെച്ചിട്ടാണോ നമ്മൾ ഈ ഒരു ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ ഒരു ബാങ്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള പാസ്വേഡുകൾ വരുന്നത്. നമുക്ക് 6 അക്ക ഡിജിറ്റ് നമുക്ക് മാറ്റാനോ അല്ലെങ്കിൽ 4 അക്ക ഡിജിറ്റ് മാറ്റി അത് 6 അക്ക ഡിജിറ്റിലേക്ക് മാറ്റാനോ സാധിക്കുകയില്ല. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ UPI പിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലാതെ നമുക്ക് അതിനകത്ത് വരുന്ന പാസ്വേഡുകൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു 6 അക്ക ഡിജിറ്റ് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുകയില്ല. നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ UPIയുടെ പിന്ന് ചേഞ്ച് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലായിക്കൊണ്ട് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് നമുക്ക് ചേഞ്ച് UPI പിൻ എന്ന് കാണാൻ സാധിക്കും. നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഒരു ചേഞ്ച് UPI പിന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നേ നമ്മൾ ഉപയോഗിച്ചിരുന്ന കറക്റ്റ് UPI പിന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ UPI പിന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ നമുക്ക് 2 വട്ടം ഇതിൻ്റെ ഒരു ന്യൂ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. 2 വട്ടം നമ്മളിവിടെ ആ ഒരു പുതിയ പാസ്വേഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ആയി കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു പുതിയ പാസ്വേഡ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ മറന്നുപോയ നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ഫോർഗെറ്റ് പാസ്വേഡ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ATM കാർഡിൻ്റെ ഇൻഫർമേഷൻ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മുകളിലായിക്കൊണ്ട് നമ്മുടെ ATM കാർഡിൻ്റെ ലാസ്റ്റ് 6 അക്ക ഡിജിറ്റ് ആ മുകളിലായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് താഴെയായിക്കൊണ്ട് നമ്മുടെ കാർഡിൻ്റെ എക്സ്പയർ ഡേറ്റ് ചോദിക്കും. ആ ഒരു എക്സ്പയർ ഡേറ്റ് കൂടെ നമ്മൾ താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്രയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ന്യൂ UPI പിന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അപ്പോൾ അതിനകത്ത് വന്നുകൊണ്ട് നമുക്കൊരു ന്യൂ UPI പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ UPI പിന്ന് ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫോർഗെറ്റ് ആയിട്ടുള്ള മറന്നു പോയിട്ടുള്ള നമ്മുടെ പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യുന്നതും. നമുക്ക് ഒരിക്കലും ഈ ഒരു 6 അക്ക ഡിജിറ്റ് ഒരിക്കലും 4 അക്ക ഡിജിറ്റിലേക്കോ അല്ലെങ്കിൽ 4 അക്ക ഡിജിറ്റ് നമുക്ക് ഒരിക്കലും 6 അക്ക ഡിജിറ്റിലേക്കോ UPI പിന്ന് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുകയില്ല. ഇനി നിങ്ങൾക്ക് 6 അക്ക ഡിജിറ്റുള്ള ഒരു പാസ്വേഡാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന ഒരു ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലെ തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പാസ്വേഡ് നിങ്ങൾക്ക് 4 അക്ക ഡിജിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്ക് ഏതാണെന്നും അതുപോലെ തന്നെ നിങ്ങൾ 6 അക്ക ഡിജിറ്റാണോ അല്ലെങ്കിൽ 4 അക്ക ഡിജിറ്റാണോ പാസ്വേഡായി ഉപയോഗിക്കുന്നതെന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏതെല്ലാം ബാങ്കുകളാണ് ഇതുപോലെ 6 അക്ക ഡിജിറ്റും അതുപോലെ തന്നെ 4 അക്ക ഡിജിറ്റും വരുന്നത് എന്ന് മനസ്സിലാക്കുന്നത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.